പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. പക്ഷെ അത് നമ്മുടെ ലൈഫിൽ അത് എങ്ങനെയാണ് വെളിപ്പെടുന്നത്? നമ്മുടെ ഉള്ളിൽ നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമ്മളിൽ അത് വെളിപ്പെട്ടു വരും. ആ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു ഗ്ലോറിയസ് ലൈഫിലായിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഗ്ലോറിയസ് ലൈഫിലാണ് ആയിരിക്കുന്നത്. ആ ഗ്ലോറിയസ് ലൈഫാണ് നമുക്ക് പരിധിയില്ലാത്ത ഒരു ജീവിതം തരുന്നത്. ഇന്നത്തെ ദിവസം സോളിസ്റ്റർ പറഞ്ഞ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിനും തൃപ്തിയുള്ളവരായിരിക്കണം. അതായത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാ മേഖലയിലും തൃപ്തിയുള്ളവരായിരിക്കാനാണ്. നമ്മുടെ കളപ്പുരകൾ നിറഞ്ഞു കഴിയും. നമ്മളെല്ലാ സാമ്പത്തിക മേഖലകളും എല്ലാ മേഖലയിലും നമ്മൾക്ക് ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകും. അങ്ങനെ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകുന്ന സീസണിലാണ് നമ്മൾ ആയിരിക്കുന്നത്. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയുകയും ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിഞ്ഞൊഴുകും. കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. നമുക്കറിയാം, കൃഷി ചെയ്യുമ്പോൾ അതിൽ നല്ല വിളവുണ്ടായാൽ നല്ല ആദായമുണ്ടാകും. നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാകും കളപ്പുരകൾ നിറഞ്ഞു കവിയുന്നത്. എന്നാൽ ഇന്ന് ഈ കളപ്പുര പറയുന്നത് നമ്മുടെ ബാങ്കാണ് പറയുന്നത്. ഈ ബാങ്ക് നിറഞ്ഞു കവിയാൻ എന്താണ് വേണ്ടത്? നമ്മുടെ കണക്കുകൂട്ടലുകൾ എന്താണ്? എന്നാൽ സ്വർഗം പറയുകയാണ്, ആരാണോ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നത് അവർ അതിനെ എക്സ്പീരിയൻസ് ചെയ്യും. ആരാണോ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നത് നിങ്ങളുടെ ബാങ്കുകൾ നിറഞ്ഞു കവിയും. അത് നിന്റെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ചല്ല, നിന്റെ കൈകളിൽ വരുന്ന വരുമാനത്തിനനുസരിച്ചല്ല. അത് നിറഞ്ഞു കവിയും. അടുത്ത് എഴുതിയിരിക്കുകയാണ്, പുതിയ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഒരു ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്ങിലേക്ക് വരും. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമെന്ന്. നിങ്ങളുടെ വീടുകൾ നിറഞ്ഞു കവിയട്ടെ. നിങ്ങളുടെ വീടുകൾ നിറഞ്ഞു കവിയട്ടെ. നിങ്ങളുടെ അലമാരകൾ നിറഞ്ഞു കവിയട്ടെ. നിങ്ങളുടെ ബാങ്കുകൾ നിറഞ്ഞു കവിയട്ടെ. ഒരു വാഹനമുള്ളവൻ ഒന്നും കൂടെ വാങ്ങട്ടെ. ഹല്ലേലൂയ. പാസ്റ്റർ ക്രിസ് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. ഒരു ദൈവവൃത്യൻ യഥാർത്ഥത്തിൽ അവൻ കർത്താവിനോടൊപ്പം നടക്കുന്നെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അടുത്ത വീട്ടിൽ പോകും. കാരണം ദൈവത്തിന്റെ സമൃദ്ധി നിറഞ്ഞു കവിയും. അയ്യോ, ഈ വീട് എനിക്ക് മതിയാകുന്നില്ല, ഈ വീട് എനിക്ക് മതിയാകുന്നില്ല, അടുത്ത ഒന്നിലേക്ക് പോകാം, അടുത്ത ഒന്നിലേക്ക് പോകാം. ആ ഓവർഫ്ലോയിങ് ബ്ലെസ്സിംഗിലേക്ക് വരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ തൃപ്തിയില്ലാത്തവരാണോ? എന്നാൽ ഈ ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയി ഈ മെസ്സേജ് കേൾക്കുക. എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും. ഗോഡ് ബ്ലെസ് യു.